ഹായ്. നിങ്ങളിൽ ഒരാൾ അത്രമേൽ അടിമപ്പെട്ടു പോയ ശേഷം ആ മനുഷ്യനെ നിങ്ങൾ വല്ലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ഒരു മാറ്റി നിർത്തൽ അനുഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലും നിങ്ങളായിട്ട് ഒരാളെ അങ്ങനെ മാറ്റി നിർത്തരുത്. കാരണം അതവർക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ വേദനയായിരിക്കും. മനസ്സിൻ്റെ താളം പോലും തെറ്റിക്കുന്ന വിധത്തിൽ അതവരെ മാറ്റും. ഒരു പക്ഷെ ഭ്രാന്തിൻ്റെ വക്കിൽ എത്തിക്കാനും ആ മാറ്റി നിർത്തൽ കാരണമാകും. ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സ് വേണം, അതിനൊരു മനസാക്ഷി വേണം. മനസ്സും മനസാക്ഷിയും ഇല്ലാത്തവർ ഒരാളോടും സ്നേഹവും ഇഷ്ടവും അഡിക്റ്റഡും ഒന്നുമില്ലാതെ ജീവിക്കുന്നതാണ് നല്ലത്. താളം തെറ്റിക്കഴിഞ്ഞ് ഒരു ജന്മം കിട്ടാനുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിൽ അതിലാണ് അവർക്ക് വിജയം വരുന്നത്. അത് ഉപേക്ഷിച്ചു പോയവർക്കൊരു തിരിച്ചടിയായിരിക്കണം. പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഒരാൾക്കും അടിമപ്പെടാതെ നോക്കണം. അഡിക്ഷൻ സ്വന്തത്തോട് മാത്രമായാൽ അതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമ്മളൊരു കാരണമാവാൻ കഴിയുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് വേദനയുണ്ടാക്കാൻ കാരണമാകാതിരുന്നാൽ മതി. എല്ലാറ്റിനേക്കാളും നല്ലത് സ്വയം സന്തോഷിക്കാനുള്ള കാരണങ്ങൾ സ്വന്തമായി കണ്ടെത്തുക എന്നതാണ്. അവനവൻ്റെ സന്തോഷം മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുക. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും പ്രയാസമാണെങ്കിലുമൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് മനഃപൂർവ്വം ഒരാളെയും ഒന്നിലും വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ്. ചിലർ എന്തെങ്കിലും കാര്യത്തിൽ വിഷമപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ മറ്റൊരാൾക്ക് അതൊരു പക്ഷേ വളരെ നിസ്സാരമായൊരു ചെറിയ കാര്യമായിരിക്കും. എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഈ നിമിഷത്തിൽ അവരനുഭവിക്കുന്നത് ഈ ഒരു ചെറിയ കാര്യമായിരിക്കാം. പക്ഷേ അതിനു മുമ്പേ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോഴത്തെ പ്രശ്നങ്ങളും ഒക്കെയാകുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾക്ക് പോലും അത് അനുഭവിക്കുന്നവർക്ക് താങ്ങാൻ പറ്റാത്തതായി മാറുന്നത്. ഇത്തരത്തിലുള്ള താങ്ങാൻ പറ്റാത്ത ഓരോ സങ്കടങ്ങളും ഒരു മനുഷ്യനെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ എല്ലാവരോടും ഒരു തരം വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം, അതുമല്ലെങ്കിൽ സ്വയം തന്നിലേക്ക് തന്നെ കീഴടങ്ങുന്ന ഒരു തരം മൗനം അതവർ പിടികൂടും. ഇതിലേറ്റവും നല്ലത് ഒരുപക്ഷെ മൗനമായിരിക്കാം. അതൊരു വലിയ പ്രതികാരവുമാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്രയേ ഉള്ളൂ. ഈ കാലവും കടന്നു പോകും. മോശപ്പെട്ട കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും വിജയത്തിലാണെങ്കിലും കൊടുമുടി താണ്ടിയ സന്തോഷത്തിലാണേലും എന്തിലാണേലും നമ്മൾ സ്വയം നന്നാവുക. മറ്റൊരാളെ ബോധിപ്പിക്കേണ്ടതില്ല. നമ്മൾ സ്വയം റെസ്പെക്റ്റ് ചെയ്യുക. മറ്റൊരാളെ ദ്രോഹിക്കേണ്ടതില്ല. ബൈ മോട്ടിവേഷൻ മലയാളം.